നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നിങ്ങളൊരു ഡിഗ്രി ഹോൾഡറാണോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഹോൾഡറാണോ? പ്രായം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യു കെയിലേക്ക് പറക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ യു കെ വിസയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ആ രാജ്യത്ത് പഠിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ജീവിക്കുന്നതിനോ ഒക്കെയുള്ള അവസരങ്ങൾ നൽകും. സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുകയും ചെയ്യും. ഓർക്കുക, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും യു കെ പ്രൈം മിനിസ്റ്ററും കൂടിയിട്ട് 2020 ഇന്തോനേഷ്യയിലെ G20 ഉച്ചകോടിയിൽ വെച്ച് സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ലിമിറ്റഡ് പീരീഡിലേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു കിടിലൻ അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. 100% ജെന്യൂൻ ആയിട്ടുള്ള അവസരമാണ്. ഇവിടെ ജോബ് ഓഫർ ഒന്നും ആവശ്യമില്ല. IELTS പോലെയുള്ള ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. സ്പോൺസറോ ഏജന്റോ ഒന്നുമില്ലാതെ സൗജന്യമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് എത്താവുന്ന ഒരു കിടിലൻ അവസരം മനസ്സിലാക്കുവാനായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, ആരായിരിക്കും എലിജിബിൾ ആവുക, എന്തെങ്കിലും പണച്ചെലവുണ്ടോ, അതല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്, കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ യു കെയിലെ ഈ കിടിലൻ അവസരം വിശദമാക്കുന്നതിന് മുമ്പായിട്ട് 55% മാർക്ക് ഉള്ളവർക്ക് ജർമ്മനിയിൽ സൗജന്യമായിട്ട് PG പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ ജർമ്മനിയിലൊക്കെ PG അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 70% എങ്കിലും മാർക്ക് ഡിഗ്രിക്ക് നേടിയിരിക്കണം. എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ചില ഡിഗ്രിക്കാർക്ക്, ഉദാഹരണത്തിന് BTech, അത് മെക്കാനിക്കല്, സിവില്, ട്രിപ്പിളി, ഇലക്ട്രിക്കല് അല്ലെങ്കിൽ കെമിക്കൽ കഴിഞ്ഞവർക്ക്, അല്ലെ BA ഇംഗ്ലീഷ് കഴിഞ്ഞവർക്ക്, അല്ലെ BSc ഫിസിക്സോ BSc ജിയോളജിയോ ഒക്കെ കഴിഞ്ഞവർക്ക് മിനിമം 55% എങ്കിലും ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജർമ്മനിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ PG പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റ് ഡിഗ്രിക്കാർക്കും പറ്റും, പക്ഷേ 70% മാർക്ക് വേണം. ജർമ്മനിയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ, പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ, അത് ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. ഓർക്കുക, ഈ ട്യൂഷൻ ഫീ 100% ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ 100% ട്യൂഷൻ ഫീ വേവർ ലഭിക്കും. അതുകൊണ്ട് തന്നെ ട്യൂഷൻ ഫീ ആയിട്ട് നിങ്ങൾ പണം ചെലവഴിക്കേണ്ടി വരത്തില്ല. എന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുവാനുള്ള ചെലവ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അല്ലെ വിസ ചെലവുകൾ, അല്ലെങ്കിൽ ആ രാജ്യത്ത് എന്താ പറയുക, നിങ്ങൾക്ക് കമ്മ്യൂട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ, അതല്ലെങ്കിൽ ഈ കൺസൾട്ടൻസി കൊടുക്കേണ്ട ഫീ, അങ്ങനത്തെ ഒക്കെ ചില ചെലവുകൾ വരും. എന്നാൽ ഫ്രീ ആയിട്ട് പഠിക്കുവാനായിട്ട്, ഇപ്പോൾ യു കെയിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ ഒരു 10, 15, 20 അല്ലെങ്കിൽ അതിലധികം ലക്ഷം രൂപ സേവ് ചെയ്തുകൊണ്ട് പഠിക്കുവാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ്. ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, ഇവിടെ സൂചിപ്പിക്കുന്ന ഡിഗ്രിക്കാർക്ക് ഡിഗ്രിക്ക് 55% എങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, മറ്റുള്ളവർക്ക് 70% വേണം. ഈ ഒരു അവസരത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഈ കൺസൾട്ടൻസിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും. ഇതൊന്നും അല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഈ കൺസൾട്ടൻസിയെ ബന്ധപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ അറിയാം. ഓർക്കുക, ഈ ജർമ്മനിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ IELTS വേണം, അല്ലെ APS എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്റ് ജർമ്മൻ എംബസിയിൽ നിന്നൊക്കെ നേടേണ്ടതായിട്ടുണ്ട്. തൽക്കാലം ഇതൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ബയോഡേറ്റ, റെസ്യൂമെ, അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒക്കെ കോപ്പി, ഇങ്ങനെ ബേസിക് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അടുത്ത മാർച്ച് 2025 ഇൻഡേറ്റിലേക്കാണ് ഈ അവസരം ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഈ ഒരു ഡിസംബറോടെയൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിഷൻ ലഭ്യമാവും. അഡ്മിഷൻ കിട്ടിയതിന് ശേഷം മാത്രം എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഈ എക്സ്പെൻസ് ഒക്കെ വരുന്നുള്ളൂ. അതിന് മുമ്പ് ഒരു ചെലവുമില്ലാതെ മിനിമൽ ഡോക്യുമെന്റോടെ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ പരിശോധിക്കാം. അത് നമുക്ക് UK ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ കാണാൻ സാധിക്കും gov.uk, ഗവൺമെന്റ് ഓഫ് UKയുടെ തന്നെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഈ ഒരു അവസരത്തിന്റെ പേര് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്നുള്ളതാണ്. ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ. ഇത് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. ഇതൊരു ബാലൻസ് സിസ്റ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ സൂചിപ്പിക്കാം. ഞാൻ ആദ്യം അതിന്റെ ഡേറ്റ്സ് ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ ഈ വീഡിയോ എന്നാണ് കാണുന്നത് എന്ന് എനിക്കറിയില്ല. ഏതായാലും ഓർക്കുക,
ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത് വെറും 48 അവേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. ഏതാണ് ആ 48 അവേഴ്സ്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2024 ജൂലൈ 16 മുതൽ 2024 ജൂലൈ 18 വരെയാണ്. ജൂലൈ 16-ാം തീയതി 1:30 മണിക്ക് ഇത് ഈ ആപ്ലിക്കേഷൻ സ്വീകരിച്ചു തുടങ്ങും. ജൂലൈ 18-ാം തീയതി 1:30 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 1:30 മണിക്ക് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെറും 48 മണിക്കൂറത്തേനും മാത്രമായിരിക്കും ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. സാധാരണ ഇതിൽ വർഷത്തിൽ 2 പ്രാവശ്യമായിരിക്കും ഈ ഒരു അവസരം ലഭ്യമാവുക. ഒന്ന് ഫെബ്രുവരി മാസത്തിലായിരിക്കും, മറ്റൊന്ന് ജൂലൈ മാസത്തിലായിരിക്കും. അപ്പോൾ ജൂലൈ മാസത്തിൽ ലഭ്യമായിരിക്കുന്ന ഈ ഒരു അവസരമാണ്. അപ്പം നിങ്ങൾ ഈ ജൂലൈ 16-ന് മുമ്പാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഓർത്തു വെക്കുക, ജൂലൈ 16-ാം തീയതി 1:30 മണിക്ക്, അതേപോലെ ജൂലൈ 18-ാം തീയതി 1:30 മണിക്കും ഇടയ്ക്കായിട്ട് വേണം ഇതിന് അപ്ലൈ ചെയ്യുവാൻ. ആ സമയത്ത് ഇവിടെ ഒരു ലിങ്ക് ലഭ്യമാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം രജിസ്റ്റർ ചെയ്യുവാനായിട്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽസ് മാത്രം കയ്യിൽ കണ്ടാൽ മതി. യു വിൽ നീഡ് ടു പ്രൊവൈഡ് യുവർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, സ്കാൻ ഓർ ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ തൽക്കാലം പ്രൊവൈഡ് ചെയ്താൽ മതി. വേറെ പണമൊന്നും നൽകേണ്ടതായിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരല്പം കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം. ഇത് 2020 ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും UK പ്രൈം മിനിസ്റ്ററും കൂടി ഈ ഇന്തോനേഷ്യയിൽ നടന്ന G20 ഉച്ചകോടിയിൽ വെച്ചിട്ട് സൈൻ ചെയ്ത ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. അതായത് എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 3000 പ്രൊഫഷണൽസിനെ, അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെ 3000 പേരെ UK കൊണ്ടുപോകുന്നതിനുള്ള UK വിസ ലഭ്യമാകുന്ന ഒരു അവസരമാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ്. ബാലറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നറുക്കെടുപ്പാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. നറുക്കെടുക്കുന്ന 3000 പേർക്ക് മാത്രമായിരിക്കും ഇത് ലഭ്യമാവുക. എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. കാരണം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇവരെ നറുക്കെടുത്ത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരത്തിലേക്ക് എത്താം. കഴിഞ്ഞ ബാലറ്റുകളിലൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഒട്ടനവധി പേർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടി. അവരെയൊക്കെ ഞാൻ ഒരു ഗ്രൂപ്പൊക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അവരൊക്കെ കണക്റ്റഡ് ആയിട്ട് പലർക്കും ഈ അവസരത്തിലൂടെ UK പോകാൻ കഴിയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറേയും കൂടി ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ ഇതാ നോക്കുക, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്താണ്. 9-ാം തീയതി ജൂലൈ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അടുത്ത ബാലറ്റ് എന്നാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? യു നീഡ് ടു എൻ്റർ എ ബാലറ്റ് ഇഫ് യു വാണ്ട് ടു അപ്ലൈ ഫോർ ദ വിസ ഫോർ ദ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം. ഒരു ബാലറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യണം. അവിടെ നിന്നിട്ട് നറുക്ക് കിട്ടിയാൽ മാത്രമായിരിക്കും ഈ ഒരു അവസരത്തിലേക്ക് എത്താൻ കഴിയുക. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യും, അല്ലെ ആയിരക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യും. സെലക്ട് ആകുന്ന 3000 പേർക്ക് മാത്രമേ ഓരോ വർഷവും ഈ ഒരു അവസരം ലഭ്യമാകത്തുള്ളൂ. അപ്പോൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ദ ലിങ്ക് ടു എൻ്റർ വിൽ ബി ഓൺ ദിസ് പേജ്. അത് എൻ്റർ ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഈ പേജിൽ ജൂലൈ 16-ാം തീയതി മുതൽ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്? യു ക്യാൻ എൻ്റർ ദ ബാലറ്റ് ഇഫ് യു ആർ എൻ ഇന്ത്യൻ സിറ്റിസൺ. നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസണും ആകണം എന്ന് പറഞ്ഞു. അതേപോലെ യു ആർ എലിജിബിളും ആയിരിക്കണം. എലിജിബിലിറ്റി ഇവിടെ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, എന്നാലും ഞാൻ അതിലേക്ക് വരാം. അപ്പം ഇന്ത്യൻ സിറ്റിസൺ ആയ ഡിഗ്രിക്കാർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ബേസിക് ആയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് മതി. പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അപ്പം പാസ്പോർട്ട് കാണണം. അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് വെക്കുകയോ വേണം. ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സും ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റാൻഡം ആയിട്ടായിരിക്കും, അതായത് ഒരു നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ഈ വേക്കൻസികളിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്താൽ യു വിൽ ബി സെൻഡ് ദ റിസൾട്ട്സ് ബൈ ഇമെയിൽ വിത്തിൻ 2 വീക്സ് ഓഫ് ബാലറ്റ് ക്ലോസിംഗ്. അതായത് ബാലറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്ക്, അപ്പം 18-ാം തീയതി ജൂലൈ തീർന്നാൽ പിന്നെ ഒരു 2 വീക്ക്, അതായത് ഓഗസ്റ്റ് ആദ്യത്തോടെ നിങ്ങൾ സെലക്ട് ആയോ അല്ലയോ എന്ന് ഇമെയിൽ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇറ്റ്സ് ഫ്രീ ടു എൻ്റർ ദ ബാലറ്റ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഷുഡ് ഓൺലി എൻ്റർ ഇഫ് യു പ്ലാൻ ടു അപ്ലൈ ഫോർ ദ വിസ. അതായത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് ഇനി ഈ ബാലറ്റ് കിട്ടിയാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് ഇവർ പറയുന്നത്. അതിൽ ന്യായമുണ്ട്. നമുക്കിത് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹമില്ല, പിന്നെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓർക്കുക, അപ്ലൈ ചെയ്യാൻ നേരത്ത് ഫ്രീ ആണെങ്കിലും നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് 298 യൂറോ
ചിലവാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു യൂറോ ഏകദേശം ഒരു 100 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ 298 യൂറോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30,000 രൂപ ഈ വിസയ്ക്ക് ചിലവാകും എന്നുള്ള കാര്യം ഓർക്കുക. ആ ചിലവ് മാത്രമല്ല, നിങ്ങൾ ആ രാജ്യത്ത്, അതായത് UK പോകുമ്പോൾ അവിടെ വരുന്ന ചിലവുകളുണ്ടല്ലോ, ഫിനാൻഷ്യൽ, എഡ്യൂക്കേഷനിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ പഠിക്കാനുള്ള ചിലവ്, അല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ട ചിലവ്, അതൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുകയും വേണം. അങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി സൂചിപ്പിച്ച പോലെ 3000 വിസകളാണ് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ ഫെബ്രുവരിയിൽ നടന്ന ലോട്ടിലൂടെ കുറേ ആളുകളെ ഇവർ സെലക്ട് ചെയ്തു. ബാക്കിയുള്ള സ്ലോട്ട്സിലോട്ട് മാത്രമായിരിക്കും ഈ ജൂലൈ ബാലറ്റിൽ അവസരം ലഭ്യമാവുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഈ 3000-ൽ എത്ര പേര് സെലക്റ്റായി, ഇനി എത്ര സ്ലോട്ട് ഉണ്ട്, എത്ര വിസ ഉണ്ട് എന്നൊന്നും ഇവർ സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ഓർക്കുക. അപ്പോൾ അത് നമ്പേഴ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. നറുക്കെടുപ്പ് നിങ്ങൾ കിട്ടിയാൽ ഒരൊറ്റ ഇതേ ഉള്ളൂ, ഒറ്റ സ്ലോട്ട് വലിയ ഉള്ളെങ്കിൽ നറുക്കെടുപ്പ് നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഓക്കെ. അപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടത്, നറുക്കെടുപ്പല്ലേ എന്നാൽ മാക്സിമം എൻട്രി കൊടുത്തേക്കാം എന്ന് ചിന്തിക്കല്ലേ. ഒരാൾക്ക് ഒരു എൻട്രി മാത്രമേ നൽകാൻ കഴിയത്തുള്ളൂ. പിന്നീട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അത് കൗണ്ട് ചെയ്യത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഈ നറുക്കെടുപ്പിൽ നിങ്ങൾ വിജയിച്ചാൽ എന്ത് സംഭവിക്കും? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. നിങ്ങൾക്ക് 2 ആഴ്ചക്കകം, അതായത് ഓഗസ്റ്റ് ആദ്യത്തോടെ ഒരു മെയിൽ കിട്ടും, യു ആർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 90 ദിവസത്തെ സമയം നൽകും എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. You will have 90 days from the date of the email to apply online, pay the visa application fee including the immigration health charge and provided your biometrics. അതായത് നിങ്ങൾ സെലക്ട് ആയി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനകം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എന്ന് മാത്രമല്ല, അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, 298 യൂറോ അത് പേ ചെയ്യണം. അത് മാത്രവുമല്ല, നിങ്ങളുടെ ബയോമെട്രിക്സ്, നിങ്ങളുടെ വിരലടയാളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൽകേണ്ടതായിട്ട് വരും. അതുമാത്രമല്ല, ഇവിടെ ഒരു ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിലവുണ്ട്. അതായത് ആ രാജ്യത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ, അത് കൂടെ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതെത്ര എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അപ്പം നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ബാലറ്റിൽ കിട്ടിയില്ല എന്നോർത്ത് എന്നാൽ അവർ ചോദ്യം ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ദ റിസൾട്ട്സ് ഓഫ് ദ ബാലറ്റ് ആർ ഫൈനൽ, യു കാനോട്ട് അപ്പീൽ ഇറ്റ് ഇഫ് യു ആർ അൺസക്സസ്ഫുൾ. നിങ്ങൾ ബാലറ്റിൽ പരാജയപ്പെട്ടാൽ പിന്നെ അതിന് അപ്പീലൊന്നും കൊടുക്കാൻ അവസരമില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. ഈ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് എത്ര വരും, അതല്ലെങ്കിൽ എലിജിബിലിറ്റി, ഡീറ്റെയിൽ ആയിട്ടുള്ള എലിജിബിലിറ്റി, ആ കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. എലിജിബിലിറ്റി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ എലിജിബിലിറ്റി പേജിലേക്ക് പോകും. അവിടെ ഒരു എലിജിബിലിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. ബി അറ്റ്ലീസ്റ്റ് 18 years old on the date you plan to travel to the UK. യുകെയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ദിവസം 18 വയസ്സെങ്കിലും കാണണം. 30 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. അതേപോലെ തന്നെ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ എബവ് നേടിയിരിക്കണം. അത് കൃത്യമായിട്ട് ഇവരെ പറയുന്നത് ഇവരുടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിന്റെ 6, 7 or 8 ലെവലായിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രെയിം വർക്കിന്റെ 6, 7 or 8 ലെവല് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അവരുടെ തന്നെ പേജിലുണ്ട്. എൻട്രി ലെവൽ, ലെവൽ 1, ലെവൽ 2, ലെവൽ 4, ലെവൽ 6. ലെവൽ 6ൽ ഇവർ സൂചിപ്പിക്കുന്നുണ്ട് ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്, ഡിഗ്രി വിത്ത് ഓണേഴ്സ്, അതായത് BA ഓണേഴ്സ്, അല്ലെ BSc ഓണേഴ്സ്, അല്ലെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേറ്റ് ഡിപ്ലോമ, ഇങ്ങനത്തെ. അപ്പം നമ്മുടെ ഡിഗ്രി ഓർഡിനറി ഡിഗ്രി വിത്തൗട്ട് ഓണേഴ്സ്. അപ്പം നമ്മുടെ സാധാരണഗതിയിൽ ഉള്ള ഡിഗ്രി 3 year ഡിഗ്രിയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വർഷം മുതൽ 4 year ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 4 year ഡിഗ്രിയാണ് ഡിഗ്രി വിത്ത് ഓണേഴ്സ്. അപ്പം ഡിഗ്രിയോ, ഡിഗ്രി വിത്ത് ഓണേഴ്സോ, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇനി 7th ലെവലിലേക്കൊക്കെ പോയാൽ വേറെ കുറേ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലേ. 8th ലെവലിലേക്കൊക്കെ പോയാൽ വേറെ ഉണ്ട്, ഡോക്ടറേറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. MSc എഞ്ചിനീയറിംഗ്, MA, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അല്ലെ വെറും ഡിഗ്രി എങ്കിലും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30 years, 18 to 30 ആയിരിക്കണം പ്രായം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതേപോലെ തന്നെ ഡിഗ്രിയോ അല്ലെ ഗ്രാജുവേറ്റ് ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം എന്നും മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, യു ഹാവ് 2530 ഇൻ സേവിങ്സ് ടു സപ്പോർട്ട് യുവർ സെൽഫ് ഇൻ UK. അതായത് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ 2530 യൂറോ, അതായത് ഏതാണ്ട് 2.5 ലക്ഷം രൂപ
നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കാണണം. ഇപ്പോഴല്ല, ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ സൂചിപ്പിക്കുന്നത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഇത്രയും കാശ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട്, ഇത് UK ഗവൺമെന്റ് നൽകുമൊന്നും ആർക്കും നൽകുമൊന്നും വേണ്ട, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ കാണണം. കാരണം ആ രാജ്യത്ത് നമ്മൾക്ക് നിൽക്കുന്നതിന് ഇത് 2 വർഷത്തേനാണ് ഈ വിസ ലഭ്യമാകുന്നത്. സമയത്ത് നിങ്ങൾക്ക് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ജീവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2530 അതിൻ്റെ ഒരു ഏകദേശ ചെലവ് എന്ന നിലയിൽ ഇത്രയും കാശ് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ കാണണം. അത് ആർക്കും നൽകേണ്ടതില്ല, അക്കൗണ്ടിൽ കാണണം എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രവുമല്ല, നോട്ട് ഹാവ് എനി ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 18 who live with you or who you are financially responsible for. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നിങ്ങളോടൊപ്പം താമസിക്കുകയോ അല്ലെ അവരുടെ ചെലവ് നിങ്ങൾ വഹിക്കുന്നവരോ ആകല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഓർക്കുക. 30 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ, 18 വയസ്സിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പം ഇനി എന്താണ് ഇതിലേക്ക് വേണ്ടത്? നിങ്ങൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്യുക. ഇപ്പോഴല്ല അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ജൂലൈ 16-നും 18-നും ഇടയ്ക്കായിട്ട് 1:30 മണിക്ക് ഉച്ചയ്ക്ക് ആരംഭിക്കും. ആ 48 മണിക്കൂറിനുള്ളിൽ അപ്ലൈ ചെയ്യുക. ആ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മതി എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്: നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, സ്കാൻ ഓർ ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. ഇത്രയും കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്യുക. അതിന് വേറെ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഓർക്കുക, ഭാവിയിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ആയാൽ ഈ ചിലവൊക്കെ വഹിച്ചുകൊണ്ട്, ഞാൻ സൂചിപ്പിച്ചു, ഹെൽത്ത് കെയർ സർചാർജ് ഉണ്ട്, അതേപോലെ ആ രാജ്യത്ത് നിൽക്കുന്നതിനുള്ള ചിലവുകളുണ്ട്. അപ്പോൾ അതൊക്കെ നൽകിക്കൊണ്ട് ആ രാജ്യത്ത് പോകുവാനായിട്ടുള്ള പ്രാപ്തി കാണണം എന്ന് സൂചിപ്പിക്കുന്നു. ഏകദേശം ഒരു 2 ലക്ഷത്തിൽ താഴെയൊക്കെ ആയിരിക്കും അതിൻ്റെ ആ ചിലവുകളൊക്കെ വരിക. അപ്പോൾ അതൊക്കെ വഹിക്കുവാനായിട്ട് കഴിയുന്നവർ ഈ ഒരു അവസരത്തിലേക്ക് എത്തുക. അപ്പം ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ UK ഗവൺമെൻറ്റിൻ്റെ ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ ഡേറ്റിൽ അപ്ലൈ ചെയ്യുക. ഓർക്കുക, 100% ജെന്യൂൻ ആയിട്ടുള്ള, 100% ക്രെഡിബിൾ ആയിട്ടുള്ള, വേറെ ജോബ് ഓഫർ ഒന്നും ഇല്ലാതെ, സ്പോൺസർഷിപ്പ് ഇല്ലാതെ, എന്താ പറയുക, വർക്ക് ജോലിയൊന്നും ലഭിക്കാതെ തന്നെ ലഭ്യമായിരിക്കുന്ന ഒരു നല്ല അവസരം ആണ് ഇത്. താല്പര്യമുള്ളവർ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഓർക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഈ UKയുടെ ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീമൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് അപേക്ഷിക്കുക. ഓർക്കുക, ഇതിൻ്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ഒന്നും നൽകേണ്ട കാര്യമില്ല. ഇത് സൗജന്യമായിട്ടുള്ള ഒരു അവസരമാണ്. പിന്നീട് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ ബാക്കി എന്താ പറയുക ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് ബാക്കി അക്കൗണ്ടിൽ പണമൊക്കെ നൽകിക്കൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, പ്രത്യേകിച്ച് ഈ UKയിലൊക്കെ പോകണമെന്നുള്ളവരുണ്ടെങ്കിൽ, ഈ എലിജിബിലിറ്റി ഉള്ളവരാണെങ്കിൽ, 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഡിഗ്രിക്കാരാണെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. കാരണം അവരും അപ്ലൈ ചെയ്യട്ടെ. അപ്ലൈ ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും. ഈ നറുക്കെടുപ്പിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ അവർക്കും ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ സൂചിപ്പിച്ച ജർമ്മൻ അവസരം, ജർമ്മനിയിൽ സൗജന്യമായിട്ട് മാസ്റ്റേഴ്സ്, അതും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുവാനുള്ള അവസരം. പ്രത്യേകിച്ച് ഈ BTech, BA, BSc-കാർക്ക് 55% ഉണ്ടെങ്കിൽ പഠിക്കുവാനുള്ള അവസരം. അതിൻ്റെ ലിങ്കൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.